നമസ്കാരം. കാലമെത്ര കഴിഞ്ഞാലും മാഞ്ഞു പോകില്ല ആ വേദനകൾ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ദശാബ്ദത്തിലേറെയായി സരിതയും സോളാറുമൊക്കെ കേരള സമൂഹത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഒപ്പം ഉമ്മൻചാണ്ടി എന്ന പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവും വളരെ ദുഃഖത്തോടുകൂടി വിടവാങ്ങിയതും നമ്മുടെ മുന്നിലുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ എന്തിനാണ് ഈ സോളാർ കെട്ടിച്ചമച്ചത്? എന്തിനായിരുന്നു ഇത്തരത്തിലൊരു കേസുണ്ടാക്കിയെടുത്തത്? അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് എന്താണ് നേട്ടമുണ്ടായത്? പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഉമ്മൻചാണ്ടിയെപ്പോലൊരു നേതാവിനെതിരെ സരിതയും ഗണേഷ് കുമാറും ഉണ്ടാക്കിയെടുത്ത സോളാർ എന്ന് പറയപ്പെടുന്ന കേസ് പക്ഷേ എങ്ങുമെത്താതെ പോയി എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ട സത്യമാണ്, സംഭവമാണ്. പക്ഷേ ഒരുപാട് കാലം ഒരു മനുഷ്യനെ വേദനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതല്ലാതെ സോളാർ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു രാഷ്ട്രീയ ചലനങ്ങളും മറ്റൊരു വിധത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞില്ല. ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിന് ലഭിക്കാവുന്ന ഒരു തുടർഭരണത്തെ ഇല്ലാതാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതും പിണറായിയെപ്പോലൊരു സഖാവിന് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞു എന്നുള്ളതുമാണ്. സരിത നൽകിയ സമ്മാനങ്ങൾ ഇതാണ്. പക്ഷേ കാലത്തിൻ്റെ കാവ്യനീതി കാത്തുവച്ചിരുന്നത് സ്വപ്ന സുരേഷിലൂടെ ഇപ്പോൾ പിണറായിക്ക് ലഭിക്കുന്നു എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ്. ഇവിടെ ഉമ്മൻചാണ്ടിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയെക്കുറിച്ച് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരായ ഗൂഢാലോചന സംബന്ധിച്ച് CBI റിപ്പോർട്ടിൽ പല സൂചനകൾ നൽകുന്നുണ്ടെങ്കിലും കേസായി മാറിയത് പക്ഷേ അതിലൊന്നു മാത്രം. അത് അഭിഭാഷകൻ കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവ് സുധീർ ജേക്കബ് മന്ത്രി ഗണേഷ് കുമാറിനെതിരെ കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഒരു കേസായിരുന്നു. ഡെമോക്രസിൻ്റെ വാള് പോലെ തൂങ്ങുന്ന ഈ കേസിന് കീഴിലാണ് KB ഗണേഷ് കുമാറിൻ്റെ മന്ത്രിസ്ഥാനം എന്നുകൂടി ഓർക്കുക. ഉമ്മൻചാണ്ടിയെ ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സരിത എസ് നായരുടെ കത്ത് വ്യാജമാണെന്ന ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഗണേഷ് കുമാറിനെ പ്രതിയാക്കിക്കൊണ്ട് കേസ് ഫയൽ ചെയ്തത് എന്നുള്ളതാണ്. 21 പേജുള്ള സരിത എസ് നായരുടെ ഒറിജിനൽ കത്ത് തിരുത്തി ഉമ്മൻചാണ്ടിയുടെ പേര് ഉൾപ്പെടുത്തി 25 പേജാക്കിയതിനു ശേഷം അല്ലെങ്കിൽ അതിന് പിന്നിൽ ഗണേഷ് കുമാർ ആണ് എന്നതായിരുന്നു സുധീർ ജേക്കബിൻ്റെ പരാതി എന്ന് പറയുന്നത്. സുധീർ ജേക്കബിൻ്റെ ഈ ഹർജി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ആത്മാവിന് നീതി ലഭിക്കണമെങ്കിൽ കേസിൽ അന്വേഷണം നടക്കണമെന്ന പരാമർശത്തോടെയാണ് ഹൈക്കോടതി ജസ്റ്റിസായിട്ടുള്ള CV കുഞ്ഞികൃഷ്ണൻ ഈ ഹർജി തള്ളിക്കളഞ്ഞത്. ഇതിപ്പോൾ നമ്മുടെ മുമ്പിൽ വലിയ ചരിത്രമായിട്ട് നിൽക്കുകയാണ് എന്നുള്ളതുകൊണ്ടാണ്. ടീം സോളാർ തട്ടിപ്പിൻ്റെ തുടക്കമെന്ന് പറയപ്പെടുന്ന സോളാർ കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയപ്പോൾ കേസിലെ പരാതിക്കാരിയുമായി ചേർന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്നത് തന്നെയാണ് അതിൻ്റെ കേസെന്ന് പറയപ്പെടുന്നത്. ഗൂഢാലോചന നടത്തി എന്നത് ആരോപണമായി നിലനിൽക്കുന്ന കാലത്തോളം ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് പൊറുക്കില്ല എന്ന് കൂടി പറയട്ടെ. KB ഗണേഷ് കുമാർ നിരപരാധിയാണെങ്കിൽ അത് തെളിയേണ്ടതാണ്. അതുകൂടി പരിഗണിച്ചാണ് കേസ് തുടരണം എന്ന തീരുമാനത്തിൽ എത്തിയത് എന്ന് വിധിയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. KB ഗണേഷ് കുമാറിന് രക്ഷപ്പെടാൻ കഴിയുമോ? പരാതിക്കാരിയുടെ കത്തിൽ തിരുത്തൽ വരുത്തുവാൻ ഗൂഢാലോചന നടത്തിയെന്നും പേര് പിന്നീട് എഴുതി ചേർത്തതാണ് എന്നുമാണ് സുധീർ ജേക്കബിൻ്റെ പരാതി എന്ന് പറയപ്പെടുന്നത്. ഗണേഷ് കുമാറിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവ് ഉണ്ടെന്ന് കണ്ടെത്തിയ കൊട്ടാരക്കര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി എതിർകക്ഷികളായിട്ടുള്ള ഗണേഷ് കുമാറിനും പരാതിക്കാരിക്കും നേരിട്ട് ഹാജരാകാൻ വേണ്ടിയിട്ട് നോട്ടീസ് നൽകുകയും ചെയ്തു. നേരിട്ട് ഹാജരാകുന്നത് ഒഴിവാക്കണമെന്ന് ഗണേഷിൻ്റെ ആവശ്യം കൂടി അന്ന് ഹൈക്കോടതി തള്ളിക്കളയുകയായിരുന്നു. ആരോപണങ്ങൾ തെറ്റെന്ന് കണ്ടാൽ പരാതിക്കാരനെതിരെ ഗണേഷിനെ നിയമ നടപടി സ്വീകരിക്കാമെന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്നതിന് ഹർജിക്കാരൻ ഉന്നയിക്കുന്ന ചില തെളിവുകൾ, ആ തെളിവുകളെന്ന് പറയപ്പെടുന്നത് ഇതൊക്കെയാണ്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പരാതിക്കാരി ഫെനി ബാലകൃഷ്ണൻ മുഖേന കൊടുത്തുവിടുന്ന കത്തിന് 21 പേജാണ് ഉണ്ടായിരുന്നത്. 21 പേജ് ഉണ്ടായിരുന്നു എന്നുള്ളതിന് ജയിൽ സൂപ്രണ്ട് വിശ്വനാഥക്കുറുപ്പ് ഫെനി ബാലകൃഷ്ണനിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയ രസീത് തെളിവായി നൽകുന്നു. എന്നാൽ പരാതിക്കാരി പിന്നീട് കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിയ കത്തിന് 25 പേജുണ്ടായി. ഫെനി ബാലകൃഷ്ണൻ പിന്നീട് പത്രസമ്മേളനം നടത്തിയും ഇതേ കാര്യം ശരിവച്ചിട്ടുണ്ട്. ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പരാതിക്കാരി ഉമ്മൻചാണ്ടിയുടെ ഉൾപ്പെടെയുള്ള പേരുകൾ കൂട്ടിച്ചേർത്തത് എന്ന് ഫെനി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നു. ഈ വ്യാജ നിർമ്മിത കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ ഉമ്മൻചാണ്ടിക്കെതിരെ ക്രിമിനൽ നടപടി ശുപാർശ ചെയ്തത് എന്നുള്ളതാണ് വസ്തുത. സരിതയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി കത്തിൽ പുതിയ പേരുകൾ കൂട്ടിച്ചേർത്തു എന്ന വാദം ഗണേഷ് കുമാർ പക്ഷേ കോടതിയിൽ നിഷേധിക്കുകയാണ്. തിരുത്തി എന്ന് പറയപ്പെടുന്ന കത്തും സരിത എസ് നായരുടെ കൈവശത്തിൽ തന്നെയാണ് എന്നതിനാൽ അതെങ്ങനെ വ്യാജമായി നിർമ്മിച്ചതാവും എന്ന ചോദ്യവും
ഗണേഷ് കുമാർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന 2 പേർ, ആ 2 പേരുടെ മൊഴികളും കേസിൽ ഗണേഷിന് ഇപ്പോൾ കുരുക്കായി തീർന്നു. പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന CW5 സരിതയുമായി ഗണേഷ് കുമാർ അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും ഗണേഷ് കുമാറിന് സരിതയുടെ മേൽ വലിയ സ്വാധീനമുണ്ടായിരുന്നതായും മൊഴി നൽകിയിട്ടുണ്ട്. മൊഴിയിലെ പ്രസക്ത ഭാഗം ഹൈക്കോടതി അത് പറയുന്നത് ഇങ്ങനെയാണ്: മന്ത്രിയാകാനുള്ള ആഗ്രഹം അദ്ദേഹം ചില നേതാക്കളെ അറിയിച്ചിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ അതിന് സാധിച്ചില്ല. മന്ത്രിയാകണമെന്ന് അദ്ദേഹം വല്ലാതെ ആഗ്രഹിച്ചു. ആ സമയത്ത് ഞങ്ങൾ നല്ല അടുപ്പത്തിലായിരുന്നു. എന്നാൽ മന്ത്രിയാകാത്തതിനുള്ള നീരസം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ എന്നോട് തുറന്നു പറഞ്ഞു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർക്ക് ഞാൻ പണി കൊടുക്കുമെന്നും ഇവന്മാരെയൊക്കെ പെണ്ണുകേസിൽപ്പെടുത്തുമെന്നും ഇവന്മാർ അനുഭവിക്കുമെന്നും ഈ പറഞ്ഞ ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ക്രോസ് വിസ്താരം നടക്കാത്തത് കൊണ്ടാണ് ഈ മൊഴി തെളിവായി സ്വീകരിക്കുവാൻ ആവില്ലെങ്കിലും പറഞ്ഞത് പേഴ്സണൽ സ്റ്റാഫ് ആണെന്നത് കണക്കിലെടുക്കുമ്പോൾ ഇത് പ്രസക്തമാകുന്നു എന്നുള്ളതാണ്. മാറ്റിവെക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സ്റ്റാഫായിരുന്ന CW8 സമാനമായിട്ടുള്ള മൊഴി നൽകിയിരിക്കുന്നു. ഒരു ദിവസം രാവിലെ താൻ ഓഫീസിലെത്തിയപ്പോൾ ഗണേഷ് കുമാറും സരിതയും അവിടെ ഉണ്ടായിരുന്നുവെന്നും CM-നെ കൂടി ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല, ബാക്കിയെല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്ന് ഗണേഷ് കുമാർ സരിതയോട് പറയുന്നത് കേട്ടതായിട്ടുള്ള മൊഴിയാണ് CW8 നൽകിയത്. വിസ്താരം നടക്കാത്തതിന് കോടതിയിൽ നൽകിയ ഈ മൊഴിയും തെളിവായി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. എങ്കിലും ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് എന്ന നിലയിൽ ഇതും പ്രസക്തമാണ് എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ. ഇതിനു പുറമെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത് മുതൽ ഗണേഷ് കുമാർ തന്നോട് നീരസത്തിലായിരുന്നുവെന്ന ഉമ്മൻചാണ്ടിയുടെ മൊഴിയും പ്രാധാന്യമുള്ളതാണ് എന്ന് തന്നെയാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. ഈ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് സ്വതന്ത്രമായി അന്വേഷണം തുടരാമെന്നും കേസിന് ആവശ്യമായിട്ടുള്ള എന്ത് രേഖകളും വസ്തുവകകളും പരിശോധിക്കാമെന്നുമൊക്കെ ഇക്കാര്യത്തിൽ കോടതി ഇടപെടേണ്ട ഒരു കാര്യമില്ലെന്നും ജസ്റ്റിസ് ഹാറൂൺ ഉത്തരവായി ഇറക്കുകയും ചെയ്തു. ഈ ഉത്തരവ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ മരണമണിയായി തീർന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഈ സോളാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്ന കോമഡിയായി മാറിയെന്ന് തന്നെയാണ് ഹേമേന്ദ്രൻ കമ്മീഷനെതിരെ ഹേമേന്ദ്രൻ തന്നെ പറയുന്നത്. കമ്മീഷൻ്റെയും അന്വേഷണ സംഘത്തിൻ്റെയും സമാന്തരമായിട്ടുള്ള അന്വേഷണത്തെ വിശകലനം ചെയ്തുകൊണ്ട് ADGP ആയിരുന്ന ഹേമേന്ദ്രൻ ഈ കമ്മീഷൻ മുൻപാകെ നൽകിയ മൊഴി എന്ന് പറയപ്പെടുന്നത് ശ്രദ്ധേയമാണ്. കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളും അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനവും സമാന്തരവും സ്വതന്ത്രവുമാണ് എന്ന് കേസുകളുടെ അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിച്ചത് അന്വേഷണ സംഘ തലവനുമാണ്. അന്വേഷണ കമ്മീഷൻ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായാണ് 8B വകുപ്പ് പ്രകാരമുള്ള നോട്ടീസ് തനിക്ക് നൽകിയത് എന്നും കോടതിയുടെ മുമ്പിലുള്ള കേസുകളുടെ ആ ഗുണദോഷങ്ങൾ വിശകലനം ചെയ്യേണ്ടത് ഭരണഘടനാപരമായും നിയമപരമായും നീതിന്യായ കോടതികളാണ് എന്നും അല്ലാതെ അന്വേഷണ കമ്മീഷൻ അല്ല എന്നും പറയുന്നു. അന്വേഷണ കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി അന്വേഷണങ്ങൾ വിശകലനം ചെയ്യേണ്ടതില്ല, പരാമർശിക്കുക പോലും വേണ്ട. കൂടാതെ അന്വേഷണ കമ്മീഷൻ്റെ അന്വേഷണ വിഷയത്തിന് പുറത്തുള്ള കാര്യങ്ങളിലാണ് കമ്മീഷൻ വിശദീകരണം ആരായുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, സാക്ഷികളെ എതിർസ്ഥാനത്ത് നിർത്തി ചോദ്യം ചെയ്യാൻ ചുമതലപ്പെട്ട ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആ സമയം കമ്മീഷൻ മുമ്പാകെ ഇല്ല. അങ്ങനെയിരിക്കെ വിശദീകരണം നൽകുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ന്യായീകരിക്കാനാകില്ല എന്നുകൂടി പറയുന്നുണ്ട്. കമ്മീഷൻ്റെ ഇത്തരം നടപടികൾ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കുന്നു. സോളാർ തട്ടിപ്പും അനുബന്ധ സാമ്പത്തിക ഇടപാടുകളും സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ എന്ന് പറയപ്പെടുന്നത് ആ തെളിവുകൾ ശേഖരിക്കുന്നതിന് അതിനപ്പുറം കടന്ന് വസ്തുതാപരമായി യാതൊരു തരത്തിലുള്ള വിലയുമില്ലാതെ തെളിവുകൾ പെരുപ്പിച്ചു കാണിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ പരിഹസിക്കുന്നതിനാണ് കമ്മീഷൻ അന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അത് ശ്രമിച്ചതും അന്വേഷണ സംഘത്തിൻ്റെ തലവൻ ഇതേപോലെ പരാതിപ്പെടുകയും ചെയ്തു. ചോദ്യങ്ങളിൽ പരിധി വിടുന്ന കമ്മീഷൻ ഉന്നത നീതിബോധം നിലനിർത്തി സത്യം കണ്ടെത്തുന്നതിന് ശ്രമം നടത്തിയതായി ഒരു തരത്തിലും കാണുന്നില്ല എന്നുകൂടി ഉദ്യോഗസ്ഥ മേധാവികൾ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അന്വേഷണ സംഘത്തെ അധികാരപ്പെടുത്തിയ സർക്കാർ ക്രിമിനൽ നടപടി നിയമപ്രകാരമുള്ള സ്വതന്ത്രമായ അന്വേഷണം നടത്തുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യം ഇതേ സംഘത്തിന് നൽകി എന്നുള്ളതാണ്. സംഘത്തിന് അതിനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അന്നത്തെ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളായിട്ട് പോലും പേഴ്സണൽ സ്റ്റാഫിൻ്റെ വീഴ്ചകൾ കണ്ടെത്തി അത് അറസ്റ്റ് ചെയ്യുവാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്.
അറസ്റ്റ് പ്രതിപക്ഷവും മാധ്യമങ്ങളുമൊക്കെ ഒരിക്കലും ഭാവനയിൽ പോലും കണ്ടിരുന്നില്ല. സോളാർ കേസിലെ പ്രധാന പ്രതിക്ക് എക്സിക്യൂട്ടീവ് രജിസ്ട്രാർ, ജുഡീഷ്യറി, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവരുമായി ബന്ധമുണ്ട് എന്നുള്ളതും ടെലിഫോൺ കോളുകളും ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുള്ള ചിലരുടെ വീടുകളിലെ സോളാർ പാനൽ സ്ഥാപിക്കലും ഒക്കെ ഇതിന് തെളിവായി കിടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പേരിൽ അവർക്കൊക്കെ സോളാർ കമ്പനി ഇടപാടിൽ ബന്ധമുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ നടത്തുന്നു. അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ അത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുവാനോ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ അത് വിശദമായ അന്വേഷണത്തിലുള്ള പോലീസിൻ്റെ അധികാരത്തിൻ്റെ ദുരുപയോഗമായും മോറൽ പോലീസിംഗായും അധപ്പതിക്കും. ഇതാണ് ഹേമേന്ദ്രൻ എന്ന് പറയപ്പെടുന്ന ADGP ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ജനം തിരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെ ഭരിക്കാൻ അനുവദിക്കാത്ത ഈ സമരം എന്തിനായിരുന്നു? ഇത്തരത്തിലുള്ള ഒരു വീട്ടമ്മയുടെ ചോദ്യത്തിന് മുമ്പിൽ നേതാക്കൾ, സഖാക്കൾ സ്തബ്ധരായി നിൽക്കുന്നത് ഉണ്ടായിരുന്നു എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത്. ജസ്റ്റിസ് കമാൽ പാഷയുടെ നിരീക്ഷണം അത്തരത്തിലായിരുന്നു ഈ വസ്തുതയുമായി ബന്ധപ്പെട്ടിട്ട്. കോന്നി പോലീസ് സ്റ്റേഷനിന് മുൻപിൽ പറഞ്ഞ കേസിൽ ക്രൈം നമ്പർ 656/2013 2013 രജിസ്റ്റർ ചെയ്ത കേസിൽ വിചാരണ നേരിടുന്നതിനിടയിൽ സരിത നായർ കേസിന്മേൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകി. ഈ ഹർജിയിന്മേൽ ജസ്റ്റിസ് B. കമാൽ പാഷ നൽകിയ വിധിയും സുപ്രധാനമാണ്. ആ വിധിയും സോളാർ കമ്മീഷൻ്റെ കണ്ടെത്തലുകളുടെ യുക്തിരാഹിത്യത്തിലേക്കാണ് വ്യക്തമായി വിരൽ ചൂണ്ടുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കോന്നി കേസിലെ 9ാം എതിർകക്ഷിയായിട്ടുള്ള മുഖ്യമന്ത്രി തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിച്ചു എന്നും അതുകൊണ്ട് കേസ് പുനരന്വേഷിക്കണമെന്നുമാണ് സരിത ആവശ്യപ്പെട്ടിരുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സരിത നായർക്ക് പണം നൽകിയത് എന്ന പരാതിക്കാരൻ്റെ വാദം കൂടി കണക്കിലെടുത്ത് പുനരന്വേഷണം വേണമെന്നാണ് സരിത വാദിച്ചത് എന്നുള്ളതാണ്. ഒരു കേസ് അന്വേഷണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വീഴ്ച വരുത്തി എന്ന് വിശ്വസനീയമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കിയാൽ കോടതിക്ക് പുനരന്വേഷണം നടത്താം. എന്നാൽ ഇവിടെ പരാതിക്കാരി ഈ കേസ് ഉൾപ്പെടെ 33 കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതാണ്. പലതരത്തിലുള്ള തെറ്റായ വാഗ്ദാനങ്ങളും വ്യാജരേഖകളും നൽകിയാണ് പ്രതി പലരിൽ നിന്നായി കോടിക്കണക്കിന് രൂപ കൈവശപ്പെടുത്തിയത് എന്നും വിവിധ കേസുകളിൽ അത് തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുമാണ്. ഈ കേസുകളിൽ ഒന്നും മുഖ്യമന്ത്രിയെ വലിച്ചിഴയ്ക്കാൻ പരാതിക്കാരി ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. അതേസമയം നേരത്തെ നൽകിയ ഒരു മൊഴിയിലും മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തം വഞ്ചനയ്ക്കിരയായ ഹർജിക്കാരൻ പറഞ്ഞിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ പരാതിക്കാരൻ്റെ വക്കാലത്തെടുത്ത് പുനരന്വേഷണത്തിന് ഹൈക്കോടതിയെ സമീപിക്കുവാൻ ഈ കേസിലെ മുഖ്യപ്രതി കൂടിയായിട്ടുള്ള ഹർജിക്കാരിക്ക് അവകാശമില്ല എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ കേസിൽ പ്രതിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ ജോയി കൈതാരത്തും CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് പ്രതിപക്ഷ നേതാവും നൽകിയ റിട്ട് ഹർജികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയ കാര്യവും കമാൽ പാഷയുടെ വിധിയിൽ പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയുള്ള ജസ്റ്റിസ് കമാൽ പാഷയുടെ നിരീക്ഷണമാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നതെന്ന്. അതായത് നേരത്തെ നടത്തിയ അന്വേഷണത്തിലും എന്തെങ്കിലും വീഴ്ചയോ പക്ഷപാതമോ ഉണ്ടായതിന് ഒരു തെളിവും ഹാജരാക്കുവാൻ ഈ പരാതിക്കാരിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല, അങ്ങനെ അന്വേഷണത്തെ ചോദ്യം ചെയ്യുന്ന പരാതിക്കാരിക്ക് വിശ്വാസ്യത ഉണ്ടാകണം. ഇവിടെ 33 കേസുകളിൽ പ്രതിയും നിരവധി പേരിൽ നിന്ന് കോടികൾ വഞ്ചിച്ചെടുക്കുകയും ചെയ്ത ഒരു വ്യക്തിക്ക് എന്ത് വിശ്വാസ്യതയാണ് കോടതി ഉള്ളത് എന്ന് കോടതി ചോദിക്കുകയാണ്. തന്മൂലം ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നൽകിയ ഒരു ഹർജിയാണ് എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാം. ഇവിടെ അഡ്വക്കേറ്റ് ജനറലും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും ഇത് രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല 2013 കോടതിയുടെ മുന്നിൽ വന്ന കേസിൽ അന്വേഷണത്തിലെ വീഴ്ചയെക്കുറിച്ച് പരാതി പറയുവാൻ ഈ പരാതിക്കാരി എന്തുകൊണ്ട് 3 വർഷം കാത്തിരുന്നു എന്നുള്ളൊരു ചോദ്യവും ഇതിനോടൊപ്പം ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന ഇത്തരം രാഷ്ട്രീയ അടവുകൾക്ക് കോടതിയെ വേദിയാക്കുന്നതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് കമാൽ പാഷയും സരിതയുടെ ഹർജി അന്ന് തള്ളിയത് എന്നുള്ളതാണ്. ഈ സോളാറിൻ്റെ ഒരു പരിണാമം ഉണ്ടായല്ലോ. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? സോളാർ കേസിൻ്റെ പരിണാമം രസകരമാണ്. കാരണം ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ പ്രതിപക്ഷം ഒരു ആരോപണം കൊണ്ടുവരുന്നു. ആരോപണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി നിന്ന കേസിലെ പ്രതിയായിട്ടുള്ള സരിത 2ാം ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ തിരിഞ്ഞുകൊത്തുന്നു. ഇതിനിടെ പ്രതിപക്ഷം ഭരണപക്ഷം തമ്മിലാകുന്നു ഈ ഫൈറ്റ് എന്ന് പറയപ്പെടുന്നത്. 3ാം ഘട്ടത്തിൽ ഭരണപക്ഷവും സരിതയും ചേർന്ന് ലൈംഗിക ആരോപണം ഇതിനോടൊപ്പം ഉയർത്തുന്നു. 4ാം ഘട്ടത്തിൽ കേരള പോലീസ് മുതൽ CBI വരെ അന്വേഷിച്ച് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കുന്നു. CBIയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഇതേ പറയുന്ന സരിതയുടെ ലൈംഗിക ആരോപണ കേസിൽ VS അച്യുതാനന്ദൻ്റെ അടുപ്പക്കാരനായിട്ടുള്ള ദല്ലാൽ നന്ദകുമാർ
രംഗപ്രവേശനം നടത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകത. സരിതയുടെ വിവാദ കത്ത് പണം കൊടുത്തു വാങ്ങി മാധ്യമങ്ങളിൽ എത്തിച്ചതും ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ലൈംഗിക ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതിനെ കേസാക്കിയതും താനാണെന്ന് പറഞ്ഞുകൊണ്ട് നന്ദകുമാർ സ്വയം പ്രതിനായകൻ്റെ വേഷം കെട്ടിയാടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ VS അച്യുതാനന്ദനെയും എതിർകക്ഷികളാക്കി ഒരു കേസ് ഉമ്മൻചാണ്ടി CBIക്ക് വിട്ടതിനുള്ള പകപോക്കലായിരുന്നു തൻ്റെ നടപടി എന്നും നന്ദകുമാർ വിശദീകരിക്കുന്നുണ്ട് അതിലൂടെ. ആ സംഭവം എങ്ങനെയാണെന്ന് അറിയണ്ടേ? സരിതയുടേത് എന്ന പേരിൽ പ്രചരിച്ച കത്തിൻ്റെ ഒറിജിനൽ സംഘടിപ്പിക്കുവാൻ അച്യുതാനന്ദനാണ് നന്ദകുമാറിനെ ചുമതലപ്പെടുത്തിയത് എന്നുള്ളതാണ്. കത്ത് ഗണേഷ് കുമാറിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ശരണ്യ മനോജിൻ്റെ കൈവശമുണ്ട് എന്ന് മനസ്സിലാക്കിയ നന്ദകുമാർ ഇതേ മനോജിനെ സമീപിക്കുകയാണ്. ശരണ്യ മനോജിനെ സരിത പറഞ്ഞാൽ കത്ത് കൈമാറാമെന്ന് മനോജ് പറയുന്നു. നന്ദകുമാർ സരിതയെ നേരിട്ട് കണ്ട് ഡീൽ ഉറപ്പിക്കുന്നു. 1.25 ലക്ഷം രൂപ പ്രതിഫലമായി സരിതയ്ക്ക് നൽകിയെന്ന് നന്ദകുമാർ പറയുന്നു. എന്നാൽ 50 ലക്ഷം രൂപയാണ് പ്രതിഫലം നൽകിയത് എന്ന് CBI കണ്ടെത്തുന്നു. അതെന്തായാലും സരിതയുടെ നിർദ്ദേശപ്രകാരം കത്ത് നന്ദകുമാറിന് കൈമാറിയെന്ന് ശരണ്യ മനോജ് പറയുകയും ചെയ്യുന്നുണ്ട്. നന്ദകുമാർ കത്ത് വാങ്ങി ആദ്യം അത് VS അച്യുതാനന്ദൻ്റെയും പിന്നീട് പിണറായി വിജയൻ്റെയും ഒക്കെ മുന്നിലെത്തിക്കുന്നു. ഇവിടെ നിന്നാണ് മറ്റൊരു കഥ മാറുന്നത്. കത്ത് വായിച്ച അത്ഭുതകരമെന്ന് VS പറഞ്ഞതായി നന്ദകുമാർ പറയുകയും ചെയ്യുന്നു. പിണറായിയെ കണ്ടപ്പോൾ അദ്ദേഹവും ഇതിന് പച്ചക്കൊടി കാട്ടുകയാണ്. VSൻ്റെ നിർദ്ദേശപ്രകാരം കത്ത് ഒരു പ്രമുഖ ചാനലിന് കൈമാറുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക ആരോപണം ഉയർത്തുന്ന കത്ത് ചാനൽ സംപ്രേഷണം ചെയ്തതോടെ കേരളത്തിലുണ്ടായത് രാഷ്ട്രീയ കോളിളക്കമായിരുന്നു എന്നതാണ്. അന്നത്തെ പ്രതിപക്ഷ നേതാവായ VS അച്യുതാനന്ദൻ കത്തിൻ്റെ കാര്യം നിയമസഭയിൽ ഉന്നയിക്കുകയും ചെയ്തു. സോളാർ കേസ് എന്ന് പറയപ്പെടുന്ന വ്യാജമായി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് CBI കണ്ടെത്തിയതോടുകൂടി കത്ത് മാധ്യമങ്ങൾക്ക് നൽകിയ നന്ദകുമാറും ഒത്താശ ചെയ്ത VS അച്യുതാനന്ദനുമൊക്കെ മാത്രമല്ല പിണറായി വിജയനും പ്രതിക്കൂട്ടിലായി എന്നുള്ളതാണ്. കത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് സ്വതന്ത്രമായിട്ടുള്ള ഏജൻസി അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. പക്ഷെ പിന്നീട് പ്രതിപക്ഷം നിലപാട് മാറ്റുന്നു. പ്രത്യേക അന്വേഷണം വേണ്ട എന്നും നിലവിലുള്ള ഏജൻസി തന്നെ അന്വേഷിച്ചാൽ മതിയെന്നും കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ പരാതിക്കാരിയുടെ കത്ത് ചാനലിന് കൈമാറുന്നതിന് മുൻപ് ഈ കത്തുമായിട്ട് 4 തവണ പിണറായി വിജയനെ കണ്ടുവെന്ന് തന്നെയാണ് ദല്ലാൽ നന്ദകുമാറിൻ്റെ വാദമെന്ന് പറയപ്പെടുന്നത്. അതായത് പിണറായി വിജയൻ്റെ അനുമതി വാങ്ങാനായിരുന്നു ആ കൂടിക്കാഴ്ച എന്നുള്ളതാണ്. വാക്കുകളും മുഖഭാവവും കൊണ്ട് പിണറായി അനുമതി നൽകി എന്ന് നന്ദകുമാർ പറയുകയും ചെയ്യുന്നു. ആ കത്താണ് തുടർന്ന് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് 35% വോട്ട് നേടിക്കൊടുത്തത് എന്നും നന്ദകുമാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ VS അച്യുതാനന്ദൻ ഉയർത്തിക്കൊണ്ടുവന്ന SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് പിണറായിയും താനും തമ്മിൽ ചില ഇഷ്ടക്കേടുകൾ ഉണ്ടായിരുന്നുവെന്നും അത് മാറി. എന്നാൽ നന്ദകുമാറിൻ്റെ അവകാശവാദം പിണറായി ഇതിനോടൊപ്പം നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. നന്ദകുമാർ ഒരിക്കൽ കേരള ഹൗസിൽ വെച്ച് തൻ്റെ മുറിയിൽ വന്നു എന്നും എന്നാൽ കൂടിക്കാഴ്ച അനുവദിച്ചില്ല എന്നുമാണ് പിണറായി വിജയൻ നിയമസഭയിൽ തുറന്നടിച്ചു പറഞ്ഞത്. അതെല്ലാവരും ഓർക്കുന്നുണ്ടാകും. 2016 മാത്രമല്ല 2021 തിരഞ്ഞെടുപ്പിലും ഈ സോളാർ എന്ന് പറയപ്പെടുന്നത് ഇടതുമുന്നണിയെ സഹായിച്ചുവെന്നും താൻ കാണാൻ ചെന്നപ്പോൾ പിണറായി തന്നോട് കടക്കുപുറത്ത് എന്ന് പറഞ്ഞിട്ടില്ല എന്നുമൊക്കെ നന്ദകുമാർ തന്നെ പിന്നെ വെളിപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്തു. ഇവിടെ മുൻകൂർ ജാമ്യമെടുക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ആരാണെന്നറിയാമോ? CPM ആണ്. സോളാർ കേസ് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് CPM ഒരു മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ നിയമിച്ച കമ്മീഷനാണ് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ CPMൻ്റെ വാദമെന്ന് പറയപ്പെടുന്നത്. അതിന് തങ്ങളെന്ത് പിഴച്ചു എന്നാണ് CPMലെ ചില നേതാക്കന്മാരടക്കമുള്ളവരുടെ ചോദ്യം എന്ന് പറയുന്നത്. കമ്മീഷനെ ആര് നിയമിച്ചതാണെങ്കിലും അന്വേഷണ വിഷയങ്ങളുടെ പരിധി കടന്നുള്ള അന്വേഷണം നടത്തി തെളിവുകളുടെ പിൻബലമില്ലാതെ അത്തരത്തിൽ തയ്യാറാക്കിയ കമ്മീഷൻ റിപ്പോർട്ട് അവധാനതയോടെ സമീപിക്കുവാൻ ഇടത് സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ്. കേസിലെ പ്രതിയുടെ കേവലം ഒരു കത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ നിരവധി പേരെ കുറ്റക്കാരാക്കി, അല്ലെങ്കിൽ അത്തരത്തിൽ കുറ്റക്കാരാക്കുകയും പോലീസിൻ്റെ അന്വേഷണം എന്ന് പറയപ്പെടുന്നത് ശുപാർശ ചെയ്യുകയുമാണ് ഈ കമ്മീഷൻ ചെയ്തത് എന്നുള്ളതാണ്. അത് ശരിയാണോ എന്നാണ്. അന്ന് ഞാൻ ഒരാളുടെ ബ്ലാക്ക് മെയിലിന് വഴങ്ങിപ്പോയി എന്ന് ഉമ്മൻചാണ്ടി ഒരിക്കൽ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് UDF ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നില്ല? ചരിത്രം നോക്കിയാൽ CPM നേതാക്കളുടെ നേർക്ക് തെരഞ്ഞെടുപ്പിൽ ലൈംഗിക ആരോപണങ്ങൾ എന്ന് പറയപ്പെടുന്നത് മുഖ്യ പ്രചാരണ ആയുധമായിട്ടുള്ളത് അത്യപൂർവങ്ങളാണ്. കാരണം CPM നേതാക്കളിൽ ആർക്കെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ എതിരെ ലൈംഗിക ആരോപണം ഉണ്ടായാൽ അത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്ത് അവിടെ ഈ പാർട്ടി കോടതി വഴി പരിഹരിക്കുന്ന ഒരു പ്രത്യേകതരം രീതിയുണ്ട്, കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറയപ്പെടുന്നത്.
പരാതിക്കാരി ഒരിക്കലും പോലീസ് സ്റ്റേഷനിലോ നീതിന്യായ കോടതിയിലോ ഒന്നും എത്തില്ല എന്നുള്ളതാണ്. കിളിരൂർ കേസിൽ VS അച്യുതാനന്ദൻ പറഞ്ഞ VIP പോലും ഇന്നും കാണാമറയത്താണ് എന്നുള്ളത് മറന്നു പോകരുത്. എന്നാൽ UDF സർക്കാരിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. UDF സർക്കാരിൻ്റെ കാര്യത്തിൽ ഒരിക്കൽ ആരോപണങ്ങൾ ഉയർന്നാൽ അത് മാന്തി പുണ്ണാക്കുന്നതിന് ആരോപണ വിധേയനായിട്ടുള്ള ആളുടെ പാർട്ടി തന്നെ ഗ്രൂപ്പ് തിരിഞ്ഞുകൊണ്ട് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുള്ള ഒരു പ്രസ്ഥാനമാണ് UDF. സോളാർ കേസിൽ CPMൻ്റെ ആരോപണങ്ങൾക്ക് ഏറ്റവും വലിയ പ്രചാരണം നൽകിയത് UDFൻ്റെ തന്നെ ചീഫ് വിപ്പായിരുന്ന PC ജോർജ് ആയിരുന്നു. ഓർമ്മ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഓർത്തു വെക്കുക. സരിതയ്ക്ക് സംരക്ഷണം നൽകിയത് UDFൽ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറാണ് എന്ന് CBI കണ്ടെത്തൽ നടത്തുന്നു. ഒടുവിൽ തിരഞ്ഞെടുപ്പിൽ ലൈംഗിക ആരോപണം വലിയ ആയുധമാക്കി ഉപയോഗിക്കുന്ന ഇടത് പാർട്ടികൾക്ക് തങ്ങളല്ലല്ലോ ഇതൊന്നും ചെയ്തത്, അവരുടെ നേതാക്കൾ തന്നെയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് തന്ത്രപൂർവ്വം കൈകഴുകി മാറി നിൽക്കാനും ഈ CPMന് കഴിഞ്ഞു എന്നുള്ളതാണ്, അല്ലെങ്കിൽ കഴിയുമെന്നുള്ളതാണ്. സോളാർ കേസ് അന്വേഷണത്തെ പിണറായി വിജയനെതിരായിട്ടുള്ള SNC ലാവ്ലിൻ കേസ് അന്വേഷണവുമായി ബന്ധിപ്പിച്ച് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഒരു ഒത്തുതീർപ്പ് കേസ്, സോളാർ കേസും ലാവ്ലിൻ കേസും തമ്മിൽ ഒട്ടേറെ സമാനതകളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടും വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളാണ്. രണ്ടിലും ലക്ഷ്യമിട്ടത് മുന്നണിയുടെ പോരാളികളെയാണ്. രണ്ടിലും CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നത് രണ്ട് മുന്നണി ഭരണങ്ങളുടെ അവസാന മന്ത്രിസഭാ യോഗങ്ങളിലാണ്. ലാവ്ലിൻ CBIക്ക് വിട്ടതിൻ്റെ പകപോക്കലായാണ് സോളാർ CBIക്ക് വിട്ടത്, അല്ലെങ്കിൽ വിട്ടതിനെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. ആയിക്കോട്ടെ, അതെന്തായാലും സോളാർ കേസിൻ്റെ അന്തിമ വിധി എഴുതപ്പെട്ട് കഴിഞ്ഞു. ലാവ്ലിൻ കേസ് എന്ന് പറയപ്പെടുന്ന ഇപ്പോഴും അന്തിമ വിധിക്കാട്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കാവൽ കിടക്കുകയും ചെയ്തു. സരിതാ നായരുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയപ്പോൾ സോളാർ കേസും വിരോധാഭാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളതാണ് ഓർക്കേണ്ടത്. സോളാർ കേസിൽ ഒട്ടേറെ അയരണികൾ ഉണ്ടായിട്ടുണ്ട്, വിരോധാഭാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിധി വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയെ കൊണ്ട് പരാതി എഴുതി വാങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ ലൈംഗിക പീഡന കേസ് ഉണ്ടാക്കിയെങ്കിൽ അതേ പിണറായി വിജയനെതിരെ സ്വപ്ന സുരേഷ് എന്ന വനിതയിലൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ മറ്റൊരു കേസുണ്ടാകുന്നത് കാലത്തിൻ്റെ കാവ്യനീതിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖൻ തന്നെ അതിൽ പ്രതിയാകുന്നു എന്നുള്ളതാണ്. സോളാർ ലൈംഗിക പീഡന കേസിൻ്റെ പേരിൽ ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം നയിച്ച കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നതും നമ്മൾ കണ്ടതാണ്. UDF സർക്കാരിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് സരിതയെ മുൻനിർത്തി ഉമ്മൻചാണ്ടിക്കെതിരെ പീഡന കേസ് ആളിക്കത്തിച്ച PC ജോർജ്, ആ PC ജോർജിനെതിരെ അതേ സരിത തന്നെ ലൈംഗിക പീഡന കേസ് കൊടുക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഒടുവിൽ PC ജോർജ് സരിതയെ തള്ളിപ്പറയുന്നു. താൻ ദൃസാക്ഷിയാണ് എന്ന് പറഞ്ഞ ജോർജ് തന്നെ പീഡനരംഗം താൻ കണ്ടിട്ടേയില്ല എന്ന് CBIക്ക് മൊഴി നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ചരിത്രത്തിൻ്റെ തിരുത്തലുകളും വിരോധാഭാസവും നിറഞ്ഞ രാഷ്ട്രീയ നാടകത്തിൻ്റെ സമാപനവും അത് കണ്ടുകൊണ്ടാണ് ഉമ്മൻചാണ്ടി വിടവാങ്ങിയത് എന്നുള്ളത് വേദനാജനകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും.